ഗുഡ് മോർണിംഗ് പ്രിയ വിദ്യാർത്ഥികളെ. നമ്മൾ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ തരാനായി ഞാൻ നിങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്തതാണ്. അതിനുശേഷം ഷീബ ടീച്ചർ കെമിസ്ട്രിയുടെ ആദ്യ അധ്യായം വളരെ ഭംഗിയായി നിങ്ങൾക്ക് എടുത്തു തന്നു. ക്ലാസ്സുകൾ കേട്ടാൽ മാത്രം പോരാ, ടീച്ചർ തന്നിരുന്ന നോട്ടുകളൊക്കെ നന്നായി എഴുതണം. അത് ഒരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ നന്നായി പഠിക്കണം. ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ അടുത്ത യൂണിറ്റിലേക്ക് കടക്കാൻ. നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ ചാപ്റ്റർ ഹെഡ് നോക്കിയാൽ അറിയാം, സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ പ്രധാനമായും മോൾ കോൺസെപ്റ്റൊക്കെയാണ് എടുത്തത്. ഈ ഫസ്റ്റ് ഇയറിലെ കെമിസ്ട്രിയുടെ ഓരോ ടോപ്പിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, മിക്കവാറും പാഠഭാഗങ്ങൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ്, സ്കൂളിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ അതൊന്നും കൂടി പൊടി തട്ടി എടുത്തിട്ട് കുറച്ചുകൂടി കാര്യങ്ങളെ ആഡ് ചെയ്യുമ്പോൾ +1 ആയി. നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നല്ല. അതിന് ശരിക്കും പഠനമെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ നീ പഠിച്ച ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അന്ന് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും പഠിച്ചു വരുന്നതിൻ്റെ പേരാണ് പഠന പ്രക്രിയ. അപ്പോൾ ഇന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ അറിയാം. ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സയൻസ് എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നല്ല. അനേകം സയൻറ്റിസ്റ്റുകളുടെ പേര് ഫസ്റ്റ് ഇയറിലെ ഓരോ ചാപ്റ്ററുകളിൽ നിങ്ങൾ കേൾക്കും. അപ്പോൾ ഈ പിതാക്കന്മാരെ, ഈ ചേട്ടായിമാരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നത് ഇവരുടെ കയ്യിലൂടെ, ഇവരുടെ ചിന്തയിലൂടെ, ഇവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ആകെത്തുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സയൻസ്. അപ്പോൾ ഏതാണ്ട് 18ാം നൂറ്റാണ്ടിലൊക്കെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു ചിന്ത ഡാൾട്ടൺ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ 18ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അധികമൊന്നും ആയില്ല. അതുവരെയും ഇങ്ങനെ ആറ്റം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതിനൊക്കെ ശേഷം 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിളായി ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിക്കണേ. അപ്പോൾ നമ്മളിത് കാലത്തിലൂടെ പോകുമ്പോൾ സയൻസും നമുക്കറിയാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്, മാറ്റമാണ്. സയൻസ് അങ്ങനെ റിജിഡല്ല, മാറ്റത്തിന് വിധേയപ്പെടാനും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ശാസ്ത്രമാണ്. ഈ മാറ്റത്തെ നീ എങ്ങനെ കാണുന്നു? നിനക്ക് സയൻസിൽ ഇങ്ങനെ റിജിഡായി, ഞാൻ ഇന്നലെ ഇങ്ങനെയാണ് പഠിച്ചത്, അതുകൊണ്ട് അത് മാത്രമാണ് ശരി എന്ന രീതിയിൽ നിങ്ങൾ ഉറപ്പിക്കരുത് ഓരോ കാര്യം. അതായത് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ നീ ഒന്നും കൂടെ കൂട്ടിയാൽ 2 കിട്ടും. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിൽ നമ്മൾ വീട്ടിൽ പോയി അമ്മയോട് പറയുക, എൻ്റെ ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഒന്നും കൂട്ടിയാൽ മാത്രമേ ഈ ലോകത്ത് 2 ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല മോളെ, 5ൽ നിന്ന് 4 കുറച്ചാലും 1 എന്ന ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. പക്ഷേ വളർച്ചയുടെ പടവുകൾ നീ ചവിട്ടിക്കയറിയപ്പോൾ ഇന്ന് നിനക്കറിയാം, 1 എന്ന ഉത്തരം കിട്ടാൻ ഇൻഫിനിറ്റായ മാർഗങ്ങളുണ്ട്. എത്രയോ രീതിയിൽ 1 എന്ന റിസൾട്ടിലേക്ക് എത്താം. ഇപ്പം ഈ പല സാധ്യതകൾ ഒരുപക്ഷെ സയൻസിൽ, പ്രത്യേകിച്ചും കെമിസ്ട്രി സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു വാക്കാണ് ഈ സാധ്യത, പ്രോബബിലിറ്റി. നിങ്ങൾ സ്കൂളിൽ ഓർബിറ്റ് എന്ന് പഠിച്ചിട്ട് സബ് ആറ്റോമിക് അല്ലെങ്കിൽ സബ് ഷെല്ലായ എസ് ഓർബിറ്റൽ, പി ഓർബിറ്റൽ എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊരു സാധ്യതയായി, ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള ഇടം. അപ്പം ഞാൻ പറഞ്ഞ ഈ സാധ്യത, പ്രോബബിലിറ്റി. നമ്മൾ കാലാവസ്ഥക്കാരെ കളിയാക്കാറുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഒരു പരിധിവരെ സാധ്യത എന്ന ഈ പ്രോബബിലിറ്റി എന്ന വാക്കാണ് സയൻസിൻ്റെ ഏറ്റവും നല്ല ഉത്തരം. ഈ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കൃത്യത, കൃത്യമായി ചില കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അറിവ് നിനക്ക് വർദ്ധിക്കും തോറും നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ പറയും, അങ്ങനെയും ഒക്കെ എഴുതാം, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്, അങ്ങനെയും ഒരു ഉത്തരം, അങ്ങനെയും ഒരു നിഗമനമുണ്ട്, അങ്ങനെയും ഒരു നിരീക്ഷണമുണ്ട് എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അറിവ് കൂടും തോറും നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അനേകം സാധ്യതകളാണ്. അപ്പോൾ നമ്മൾ ഈ സയൻസിൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച
പല കാര്യങ്ങളിലും റിജിഡായി നിൽക്കാതെ ഓഹോ അത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ള പുതിയ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കുറച്ചും കൂടി ഭംഗിയായി മനസ്സിലാക്കാൻ. നമുക്കറിയാം, ആദ്യം ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആണ്, ഒരു റെക്റ്റാങ്കുലർ പീസ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നും മഗല്ലനാണ് പിന്നീട് പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണ്. നമ്മൾ വഴക്കുണ്ടാക്കിയില്ലല്ലോ. നമുക്കറിയാം എത്രയോ പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. നമുക്കറിയാം ബ്രൂണെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സൂര്യനാണ് സെൻറ്റർ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കഴുത്തിന് മേളിൽ തല ഒരു ആഡംബരമാണെന്ന് കണ്ട് വെട്ടിക്കളഞ്ഞു. കുറച്ചും കൂടി കഴിഞ്ഞ് ഗലീലിയോ ഇതേ സത്യം വിളിച്ചു പറഞ്ഞു. ഗലീലിയോനെയും കൽത്തുറങ്കിൽ അടച്ചു. വീണ്ടും ഭരണാധിപന്മാർ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഗലീലിയോ കുറച്ചും കൂടി വയസ്സായിരുന്നതുകൊണ്ട് പറഞ്ഞു, ശാഠ്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ടതാണ്, ഇനി നിങ്ങളത് തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചേക്കാം. പിന്നീട് ഗലീലിയോ പറഞ്ഞത് സത്യമായിട്ട് ഇവരെല്ലാം അംഗീകരിച്ചു. അതായത് ഭൂമിയല്ല, സൂര്യനാണ് എല്ലാത്തിൻ്റെയും സെൻറ്റർ എന്ന്. അപ്പം നമ്മൾ ഇന്നലെ വരെ പറയാം, ഇപ്പോൾ പ്ലാനറ്റുകളുടെ എണ്ണം എടുത്താൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ 9 ഗ്രഹങ്ങളാണ്. പിന്നീടത് പറഞ്ഞു ഒരെണ്ണത്തെ ഒഴിവാക്കി, ഇപ്പം 8 ഉള്ളൂ. അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇന്നലെ എന്താണ്, ഇന്നെന്താണ്, സയൻസിൻ്റെ ലേറ്റസ്റ്റ് ആയ കണ്ടുപിടുത്തമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ചരിത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത് എവിടെ എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരു സയൻസിൻ്റെ പഠന നിർമ്മിതിയിൽ കാലഹരണപ്പെട്ടതിനെ ഉപേക്ഷിക്കുമ്പോഴും അത് നമ്മൾ അന്വേഷിക്കണം. കാരണം ചരിത്രം എപ്പോഴും പുതുമയാർന്ന ചില കണ്ടെത്തലുകളെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധയോടെ പഠിക്കാം. പുതിയ രീതികളിലുള്ള പഠന പ്രക്രിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അഡ്മിഷൻ ചരിത്രത്തിൽ ഇടം പിടിച്ചേക്കാവുന്ന ഒരു അഡ്മിഷനാണ് നിങ്ങളുടേത്. കാരണം ഇതൊക്കെ വല്ലപ്പോഴും 100 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന അസാധാരണ സംഭവത്തിൻ്റെ ഇരയാണ്. അപ്പോൾ എനിക്ക് +1 അഡ്മിഷൻ കിട്ടിയ വർഷം അത് കോവിഡ് ഇയർ ആയിരുന്നു. അത് ഏറിയ പങ്കും ഞാൻ വീട്ടിലിരുന്നാണ് എൻ്റെ പഠനം. രഹിത സ്കൂൾ വിദ്യാഭ്യാസം എന്ന ഒരു നൂതന പ്രക്രിയയ്ക്ക്, ഓൺലൈൻ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വിധേയപ്പെടുന്ന ഒരു തലമുറയാണ് എന്ന നിലയിൽ നിനക്ക് അഭിമാനിക്കാം. നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവവിചാരത്തോടെ, നമുക്ക് എന്താണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. നമ്മൾ എത്ര പഠിച്ചാലും ദൈവം തിരുമനസ്സാകുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ വൃഥാവിലാവും. അതൊന്നും നഷ്ടമാവാതിരിക്കാൻ പഠിക്കുന്നതൊക്കെയും മാർക്കിൻ്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലേക്ക് നിക്ഷേപമായി എത്താൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പങ്കുചേരാം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി സ്ലൈഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അത് ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നല്ല പലവട്ടം കേൾക്കണമെങ്കിൽ കേൾക്കണം. എന്നിട്ട് PDF ആയി ഫോർവേഡ് ചെയ്യുന്ന നോട്ടുകൾ എഴുതി വയ്ക്കണം. വൃത്തിയായി പഠിക്കുകയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണം. നമുക്ക് ഇനി ക്ലാസ് തുടങ്ങാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക്കാണ്. നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ സ്കൂളിൽ പഠിച്ച പല സംഗതികളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഫസ്റ്റ് ഇയറിലെ മിക്കവാറും ടോപ്പിക്ക്. അതിൻ്റെ കൂടെ അല്പം കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ രണ്ടാമത്തെ യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, ഒരു പക്ഷേ 8ാം ക്ലാസ് മുതൽ 8th സ്റ്റാൻഡേർഡ് മുതൽ നിങ്ങൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നതാണ്. ആ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി സംയോജിപ്പിച്ചിട്ട് കുറച്ച് പുതിയ കാര്യങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുന്നിടത്ത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ പഠനം തീരും. അപ്പോൾ ആദ്യത്തെ 1-2 ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങൾ സ്കൂൾ തലത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ ഒരു ചരിത്രപരമായ മുന്നേറ്റം പോലെ കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ കണക്ഷനൊക്കെ ഇല്ലാതെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് അതിനെ അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഒരു ക്രമത്തിൽ ചിട്ടപ്പെടുത്തി നമ്മളങ്ങ് പോകുന്നു. നിങ്ങൾക്ക്
ഈ പറയുന്ന കാര്യങ്ങൾ സ്ലൈഡിൽ നിങ്ങൾ ക്ലാസ് 1-2 ആവർത്തി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ സ്ലൈഡിന്റെ ഹെൽപ്പോട് കൂടിയോ ഇല്ലെങ്കിൽ ഞാൻ PDF ആയി പ്രിപ്പയർ ചെയ്ത നോട്ട് പോയിന്റുകൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. അത് നിങ്ങളുടെ ബുക്കിൽ എഴുതി നന്നായി പഠിച്ച് ഇരുത്തണം. ഇനി സ്ട്രക്ചർ ഓഫ് ആറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഞാൻ പറഞ്ഞു ഇതൊരു ചരിത്രപരമായ പഠനം കൂടിയാണ്. തുടക്കത്തിൽ നമ്മൾ ക്ലാസ് റൂമിലായിരുന്നെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളോ അതിന് അനുകൂലമല്ല. ഒരു സ്ലൈഡിന്റെ ഹെൽപ്പോട് കൂടി പോകുമ്പോൾ നമുക്ക് പരിമിതികളിൽ നിന്ന് ക്ലാസ് എടുക്കുന്നതാണ്. ഒരു ക്ലാസ് റൂമിന്റെ മുഴുപ്പ് ഒരു ലാപ്ടോപ്പിന് ഇല്ലല്ലോ. അതുപോലെ തന്നെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരു പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു 1800കളുടെ അവസാനവും 1900കളുടെ ആരംഭത്തിലൊക്കെയാണ് ഈ ആറ്റം എന്ന ഒരു കോൺസെപ്റ്റ് പോലും രൂപപ്പെട്ടു വന്നത്. അതുവരെയും ആറ്റം എന്ന ഒരു കൃത്യതയോടുകൂടി പറഞ്ഞിരുന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരു ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചറായിരുന്ന ജോൺ ഡാൾട്ടൺ. ഡാൾട്ടൺ എന്ന പേര് കേൾക്കാത്ത സയൻസ് സ്റ്റുഡൻസ് കാണില്ല. ഡാൾട്ടന്റെ ആറ്റോമിക് തിയറി, ഒരു പക്ഷേ ആറ്റോമിക് തിയറി എന്ന ഒരു പേരിൽ ആറ്റത്തെക്കുറിച്ച് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യമായി ഈ ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. The word atom is derived from the Greek word atomio, which means uncuttable, indivisible. അതായത് 1800കളുടെ ഒടുക്കം വരെയും ഇപ്പൊ ഡാൾട്ടന്റെ തിയറി, J.J. തോംസൺ ഒക്കെ വന്ന് ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് വരെയും ആറ്റം ഒരു ഫണ്ടമെന്റൽ, ദി അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആണെന്നും ആറ്റത്തിനപ്പുറത്തോട്ട് ഒന്നും ഇല്ലെന്നുമൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് ആറ്റം ഏറ്റവും ഫണ്ടമെന്റലായ പാർട്ടിക്കിൾ ആണ് എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ആ പേരെടുത്തത്. വിച്ച് മീൻസ് അൺകട്ടബിൾ അല്ലെങ്കിൽ ഇൻഡിവിസിബിൾ. അത് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആ വാക്കെടുക്കുന്നത്. അപ്പോൾ ജോൺ ഡാൾട്ടനെ കുറിച്ച് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. വീണ്ടും 20th സെഞ്ചുറിയുടെ ആരംഭത്തിലോടുകൂടിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ചില പേരുകൾ. നമ്മൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ കുറേ സയന്റിസ്റ്റുകളുടെ പേരുകൾ പഠിക്കും. അതെല്ലാം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം സയൻസ് ഒരാൾ വഴി ഉണ്ടായതല്ലെന്നും കാലാകാലങ്ങളിൽ ചരിത്രങ്ങളിലൂടെ പ്രഗത്ഭരായ ബുദ്ധിമതികളായ നല്ല വ്യക്തിത്വങ്ങളിലൂടെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്ന ഒന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന സയൻസും അതിൻ്റെ ലേറ്റസ്റ്റ് തിയറികളും. അതിൽ പരിചയപ്പെട്ടിരിക്കേണ്ട ചില പേരുകളാണ് J.J. തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക്. ഇവരൊക്കെ കൂടിയാണ് they established that atom is divisible. അപ്പൊ ഏതാണ്ട് 20th സെഞ്ചുറിയുടെ ആരംഭത്തിലൊക്കെയാണ് ആറ്റം ഡിവിസിബിൾ ആണെന്നും ആറ്റത്തിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, നമുക്ക് അറിയാവുന്ന ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾ കൂടി ആറ്റത്തിൽ ഉണ്ട് എന്ന ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത് കുറേ ലേറ്റായിട്ട്, അധികം വർഷങ്ങളായില്ല എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തണം. ഇനി നമ്മൾ ആദ്യം ഈ സബാറ്റോമിക് പാർട്ടിക്കിൾ നിങ്ങൾ പുസ്തകം ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് വായിച്ചു നോക്കണം. ഞാനതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. ഏറ്റവും ആദ്യം നമുക്ക് സബാറ്റോമിക് പാർട്ടിക്കിൾ ആറ്റത്തിന്റെ മോഡൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകളൊക്കെ ഉണ്ടെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഈ അറിയാവുന്നതുകൊണ്ടാണ് പ്രശ്നം കൂടുതലെടുക്കാൻ. ഇതിലേക്ക് വന്ന കാര്യമൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഫിഗറിനൊന്നും നിങ്ങൾ അമിതമായ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഞാനത് നെറ്റിൽ നിന്ന് എടുത്തേക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ. The above figure is a cathode ray discharge tube. അപ്പം ഇലക്ട്രോൺ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് കാഥോഡ് റേ. ഇലക്ട്രോണിന് കാഥോഡിൽ നമുക്കറിയാം ബൈ കൺവെൻഷൻ കാഥോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് പോൾ ഉള്ള ഇലക്ട്രോഡാണ് കാഥോഡ്. കാഥോഡിൽ നിന്നും ഉത്ഭവിച്ച റേ ആയതുകൊണ്ട് കാഥോഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നെഗറ്റീവ് ചാർജുള്ള റേ ആണ് ഒരു ഇലക്ട്രോൺ. അതിനെ ആദ്യകാലത്ത് വിളിച്ചിരുന്നത് കാഥോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതുകൊണ്ട് they were known as cathode rays.
അപ്പോൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിന്നാണ്. ഒരു ഇവാക്യുവേറ്റഡ് ഡിസ്ചാർജ് ട്യൂബിൽ ഹൈ വോൾട്ടേജ് സപ്ലൈ ചെയ്തപ്പോൾ ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാഥോഡിൽ നിന്നും ഒരു റേ, അത് വിത്ത് ഫ്ലൂറസെൻസ്, അത് പ്രകാശിക്കുന്ന ഒരു റേ ആനോഡിലോട്ട് പോകുന്നുണ്ട്. കാഥോഡിൽ നിന്ന് പോയത് കൊണ്ട് അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നും ആനോഡിലോട്ട് പ്രയാണം ചെയ്തതുകൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തതുകൊണ്ട് അതിന് പോസിറ്റീവിനോട് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആണ് എന്നൊക്കെ കണ്ടെത്തുകയുണ്ടായി. അപ്പൊ ചുമ്മാ ഫ്രം ദിസ് എക്സ്പെരിമെന്റ് J.J. തോംസൺ ഡിക്ലെയർഡ് ദാറ്റ് കാഥോഡ് റേസ് ആർ സോഴ്സസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇലക്ട്രോണിന്റെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് റേ ആണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് J.J. തോംസൺ 1900 പകുതിക്ക് ശേഷമാണ് എത്തപ്പെടുന്നത്. ഇനി നിങ്ങളൊരു പക്ഷേ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്കൊക്കെ വളരെ ചെറിയൊരു കാര്യമായി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തേക്കുന്ന പോയിന്റുകളെ ഞാനൊന്ന് സമറൈസ് ചെയ്തോളൂ. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്? ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ അല്ലെ കാഥോഡ് റേസിന്റെ, ആദ്യകാലത്ത് ഇലക്ട്രോണിനേക്കാൾ അത് കാഥോഡ് റേസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് നോക്കിക്കേ. ഒന്ന്, ദേ സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേഴ്സ് ആനോഡ്. അതാണ് ഒരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ദേ മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. മൂന്ന്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ആർ ഡിഫ്ലക്റ്റഡ് ടു പോസിറ്റീവ് പ്ലേറ്റ്. ഡിഫ്ലക്ഷൻ മീൻസ് ആൻഡ് ആർ ഡിഫ്ലക്റ്റഡ് ടു അല്ല, ആൻഡ് ആർ ഡിറക്റ്റഡ് ടു ആണ് കേട്ടോ. ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ സ്പെല്ലിംഗ് മാറിപ്പോയതാണ് കൊടുത്ത്. ഡിഫ്ലക്റ്റഡ് അല്ല, ആൻഡ് ആർ ഡിറക്റ്റഡ് കേട്ടോ. ഇത് ഡിറക്റ്റഡ് ടു പോസിറ്റീവ് പ്ലേറ്റ്. ദേ കൺസിസ്റ്റ് ഓഫ് മറ്റീരിയൽ പാർട്ടിക്കിൾസ് ആൻഡ് സോ ഹാവ് മാസ്. അപ്പൊ ഇതൊരു മാസ് ഉണ്ട്, പാർട്ടിക്കിൾസ് ആണ്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. മാസ് ഓഫ് ഇലക്ട്രോൺ, ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞ ഇലക്ട്രോണിന്റെ മാസ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണ്, എങ്കിലും ഒന്നും കൂടി ഓർമ്മപ്പെടുകയാണ്. ദ മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്ക് പലപ്പോഴും ചില കാൽക്കുലേഷനിലൊക്കെ വേണ്ടിവരും. 9.1 into 10⁻⁻⁻1 കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾക്ക് ദേ ക്യാൻ അയണൈസ്. ഇത് അയണൈസ് ചെയ്യുക പറഞ്ഞാൽ അയൺ ചാർജ് കൊടുക്കാൻ പറ്റും. അതിനുള്ള ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ്. അപ്പം കാഥോഡ് റേസ് പോകുന്ന വഴി എയർ ഉണ്ടെങ്കിൽ ആ എയറിനെ, ആ മീഡിയത്തെ അത് നെഗറ്റീവ് ചാർജ് കൊടുക്കും. അതാണ് ദേ ക്യാൻ അയണൈസ് ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ. ലാസ്റ്റ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലൂറസൻസ്, പ്രകാശം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓർ ഇമ്പോർട്ടൻറ്റ് characteristics or important properties of cathode rays. ഇനി ഈ ഫിഗറുകളൊക്കെ നെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് എടുക്കുന്നേ ഉള്ളൂ. ഗോൾഡ് സ്റ്റെയിൻ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രോട്ടോണുമായി ബന്ധപ്പെട്ട് പല പേരുകളുണ്ട്. റോദർഫോർഡിന്റെ പേരും തോംസന്റെ പേരും ഒക്കെ ഉണ്ടെങ്കിലും കൂടുതലും പറഞ്ഞു കേൾക്കുന്നത് ഗോൾഡ് സ്റ്റെയിൻ. അതുകൊണ്ട് ഇത് ക്വിസിലൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഗോൾഡ് സ്റ്റെയിൻ എന്ന സയന്റിസ്റ്റ്, ആ പേരൊന്ന് അറിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം നമ്മൾ മുമ്പ് പറഞ്ഞ ഡിസ്ചാർജ് ട്യൂബിൽ ഒരു പരിഷ്കാരം നടത്തി. ഈ പരിഷ്കാരത്തിൽ അദ്ദേഹം ചെയ്തത് നോക്കുക, കാഥോഡിനെ പെർഫറേറ്റ് ചെയ്തു. എന്താ പെർഫറേറ്റ് ചെയ്യാൻ? അതിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഹൈ വോൾട്ടേജ് കൊടുത്തപ്പോൾ കാഥോഡിൽ നിന്ന് വരുന്നത് കൂടാതെ ആനോഡിൽ നിന്ന് നോക്കുക, ആനോഡിൽ നിന്നൊരു റേ കാഥോഡിലോട്ട് പോകുന്നു. ആനോഡിൽ നിന്ന് പോകുന്നത് കൊണ്ട് സ്വാഭാവികമായി അതിന്റെ ചാർജ് പോസിറ്റീവാണ്. അത് ചെന്നിട്ട് ഇവിടെ സുഷിരം, ഈ പെർഫറേഷൻ സുഷിരം, ഈ സുഷിരത്തിലൂടെ പ്രവേശിച്ചിട്ട് ആനോഡിന്റെ ബാക്കിലുള്ള ഈ പ്രതലത്തിൽ തട്ടി അത് പ്രകാശിക്കാൻ തുടങ്ങി. റെഡ് ഗ്ലോ ഉണ്ടോ? പ്രകാശിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നോ വന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഇവിടെ ഒരു പ്രകാശം. ഈ ഒന്ന് പതിച്ചതാണ് പ്രോട്ടോൺസ്. ആനോഡിൽ നിന്ന് പോയ ഈ പാർട്ടിക്കിളുകൾക്ക്, ഈ റേയ്ക്ക് വിളിക്കുന്ന പേരാണ് ആനോഡ് റേസ് എന്ന് വിളിക്കാറുണ്ട്. അതായിരുന്നു പിന്നീട് ഗോൾഡ് സ്റ്റെയിൻ അതിനെ കാനൽ റേസ് എന്ന് വിളിച്ചു. അത് കൂടുതൽ ഇത് ഒരു ഫേമസ് ആയിട്ട് പേരാണ് കാനൽ റേസ്. ഇങ്ങനെ അവരെനിക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കാനൽ റേസ് എന്ന് കാണുമ്പോൾ ചിലർ കാഥോഡ് റേസ് എന്ന് തെറ്റിദ്ധരിക്കും. കാഥോഡ് റേസ് നെഗറ്റീവ് ചാർജാണ്. കാനൽ റേസ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. കാനൽ റേസ്
ആർ അതർവൈസ് നോൺ ആസ് പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജുള്ള ആനോഡ് റേ ആണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാനൽ റേസ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാനൽ റേസിന്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കേ. മുമ്പത്തെ പോലെ തന്നെ ദേ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ ഓപ്പോസിറ്റ് ടു കാഥോഡ് റേസ്. ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ദേ ആർ ഡിഫ്ലക്റ്റഡ് ബോത്ത് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതിനർത്ഥം ചാർജ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും വെച്ചാൽ അതിന്റെ വ്യതിയാനം അതിന് ഓപ്പോസിറ്റ് ചാർജിലോട്ട് തിരിയും. അതാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞ പോലെ ദേ ക്യാൻ അയണൈസ് ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ. അടുത്തത് ഇറ്റ്സ് ചാർജ് ടു മാസ് റേഷ്യോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഗ്യാസ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. മാസ് ഓഫ് പ്രോട്ടോൺ ഇത് വന്നിരിക്കുന്നത്. പ്രോട്ടോണിന്റെ മാസ് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ്. ഇതാണ് കാനൽ റേസിന്റെ പ്രോപ്പർട്ടീസ്. ഇനി ന്യൂട്രോൺ. ന്യൂട്രോണുമായി ബന്ധപ്പെട്ട് സംശയത്തിനിടയില്ലാതെ കേൾക്കുന്ന ഒരു പേരാണ് ജെയിംസ് ചാഡ്വിക്. ചാഡ്വിക് കണ്ടുപിടിച്ച ന്യൂട്രോണിന് പ്രത്യേകം നമുക്കറിയാം, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ മാസ് നിങ്ങൾ പ്രോട്ടോണിന്റെ മാസിന്റെ അത്രയും തന്നെ ഒരല്പം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഏതാണ്ട് ഒരുപോലെയാണ്. 1.675 ഇൻറ്റു 10⁻⁻27 അങ്ങേപ്പുറത്ത് 1.67 ഇൻറ്റു 10⁻⁻27 ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരു ന്യൂട്രോൺ. അപ്പം നമ്മളിപ്പോൾ കണ്ടത് സോഫ ആറ്റത്തിലെ ആറ്റം ഇൻഡിവിസിബിൾ ആണെന്ന് ഡാൾട്ടൺ പറഞ്ഞ ആറ്റോമിക് തിയറിയിൽ നിന്നും കുറെ സയന്റിസ്റ്റുകളുടെ കളക്റ്റീവായ വർക്ക്, അതിൽ എമിനന്റ് ആയ ജെ തോംസൺ, ഫാരഡേ, നമ്മൾ കണ്ടു ഗോൾഡ്സ്റ്റെയിൻ, ചാഡ്വിക്, ഇതുപോലെയുള്ള എമിനന്റ് ആയ സയന്റിസ്റ്റുകളുടെ എക്സ്പെരിമെന്റ്സ് led to a conclusion that atom is divisible. ആറ്റം ഡിവൈഡബിൾ ആണ്. രണ്ട്, ആറ്റത്തിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആയ ചാർജ് ഉള്ള രണ്ട് കണം ഇലക്ട്രോണും പ്രോട്ടോണും, ചാർജ് ഇല്ലാത്ത മാസീവായ മറ്റൊരു കണം ന്യൂട്രോണും ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അവയുടെ പ്രോപ്പർട്ടികളും മിനിമമായെങ്കിലും ഓർത്തിരിക്കണം. ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച ഒരു കുഞ്ഞ് പഠനം. ഇനി അപ്പൊ ആറ്റത്തിന്റെ ഈ ഒരു സ്ട്രക്ചറിന് ശേഷം ആറ്റത്തിന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സ്കൂളിൽ ബോർ മോഡൽ വരെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഏറ്റവും ആദ്യത്തെ മോഡൽ മുതൽ വീണ്ടും തുടങ്ങും. ആറ്റത്തിന് പല കാലഘട്ടങ്ങളിൽ പല സയന്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്ത ആറ്റത്തിന്റെ മോഡൽ. കാരണം ആറ്റത്തെ സംബന്ധിച്ച് പല കോൺട്രവേഴ്സിയിൽ ആറ്റത്തിന് മൊത്തത്തിൽ നോക്കുമ്പോൾ ചാർജ് ഇല്ല, അല്ലെ? ആറ്റം ആസ് എ ഹോൾ ഈസ് ന്യൂട്രൽ. അതുകൊണ്ട് നമുക്കറിയാം ആറ്റത്തിനകത്തെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണിന്റെയും എണ്ണം ഈക്വൽ ആയതുകൊണ്ടാണ് ചാർജ് ഇല്ലാത്തതെന്ന് നമുക്കറിയാം. ഇലക്ട്രോണിന് ഒരു നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് ഒരു പോസിറ്റീവ് ചാർജുമാണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവയുടെ എണ്ണം ഈക്വലായി വരുന്നത് കൊണ്ട് ആറ്റത്തിന് ചാർജ് ഇല്ല. പക്ഷേ ആറ്റത്തിന്റെ ഉള്ളിൽ ചാർജ് ഉള്ള രണ്ട് കണങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കോൺട്രവേഴ്സ്യൽ കോൺസെപ്റ്റാണ്. ഇങ്ങനെ വരുമ്പോൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇലക്ട്രോണുകൾ എവിടെയാണ്, പ്രോട്ടോണുകൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് പല കാലഘട്ടങ്ങളിൽ പല ആറ്റം മോഡലുകൾ സജസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും ആദ്യം ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തത് തോംസണിന്റെ ജെ തോംസൺ തന്നെയാണ്. ജെ തോംസൺ ഈ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ന്യൂട്രോൺ ഒന്നും കാര്യമായി കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഒരു മോഡലിന്റെ പേര് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. നിങ്ങളത് കണ്ടാൽ ആ ഫിഗർ കാണുമ്പോൾ അറിയാം, നമ്മൾ പുഡിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ മെയിൻ ബേസിന്റെ അത് പുഡിങ്ങിന്റെ ആ മൊത്തം ബേസിൽ നെഗറ്റീവ് ചാർജിന്റെ ഒരു വലിയ ബേസ്, അതിന് മേളിൽ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ എംബെഡ് ചെയ്തേക്കുക. ഇതായിരുന്നു തോംസൺ സജസ്റ്റ് ചെയ്ത പ്ലം പുഡിംഗ് മോഡൽ. നമുക്കത് കാണുമ്പോഴേ അറിയാം ഇതൊന്നും അല്ല ഇന്നത്തെ മോഡൽ. അതുകൊണ്ട് ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ഇങ്ങനൊരു മോഡൽ ഉണ്ടായിരുന്നു, പ്ലം പുഡിംഗ് മോഡൽ സജസ്റ്റ് ചെയ്തത് തോംസൺ ആണ് എന്നെങ്കിലും ഓർത്തിരിക്കുക. അത് അതിനകത്തെ പ്രധാന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മോഡൽ എവർ സജസ്റ്റഡ് ഫോർ ആൻ ആറ്റം എന്ന് പറഞ്ഞിരിക്കണം. ഈ ഒരു തിയറി കൺസിഡർ ആറ്റം ആസ് എ സ്പിയർ ഇൻ വിച്ച് പോസിറ്റീവ് ചാർജ് ഈസ് സ്പ്രെഡ് ആൻഡ് ഇലക്ട്രോൺസ് ആർ എംബെഡഡ് ഇൻ ഇറ്റ്. നമ്മളിപ്പോൾ കണ്ട മോഡൽ ഇതാണ് ജെ തോംസന്റെ മോഡൽ. കുറച്ചുകൂടി റീസണബിൾ ആയ, കുറച്ചുകൂടി സെൻസിബിൾ ആയ, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ
ഒരു ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തത് നിങ്ങളെല്ലാം പരിചയം ഉള്ള ഒരു പേരാണ് റൂദർഫോർഡ്. റൂദർഫോർഡിന്റെ ഒരു എക്സ്പെരിമെന്റ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ബുക്കിൽ നോട്ടിൽ വരയ്ക്കേണ്ടത് ഞാൻ നോട്ടിൽ തരാം. ഇത് നെറ്റിൽ നിന്ന് എടുത്തേക്കുന്ന ഇതാണ് റൂദർഫോർഡ്. ഒന്ന് കാണുക. റൂദർഫോർഡ് ഒരു സ്മരണ വേണമല്ലോ, ഇവരൊക്കെയാണല്ലോ സജസ്റ്റ് ചെയ്തത്. ഇനി റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിൽ എന്ന് വെച്ചാൽ ഇതാണ് ഫോയിൽ എന്ന് വെച്ചാൽ ഒരു തിൻ ഫിലിമാണ്, വളരെ കട്ടി കുറഞ്ഞ ഒരു ഫിലിമിന് പറഞ്ഞ പേരാണ് ഫോയിൽ. ഈ ഗോൾഡ് ഫോയിലിൽ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യും. എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആറ്റമിക് വേൾഡിലെ സുമോ ഗുസ്തിക്കാരനാണ്. എന്ന് വെച്ചാൽ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എ ഹീലിയം ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എ ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസിന്റെ പ്രത്യേകത ആറ്റമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ആണ് പറഞ്ഞത്. ഇലക്ട്രോൺ ഇല്ല, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എ മാസ് ഓഫ് 4 ആറ്റമിക് മാസ് യൂണിറ്റാണ്. അപ്പം മാസ് 4 ചാർജ് 2 പോസിറ്റീവ് ചാർജും ഉള്ള ഒരു ഹെവി പാർട്ടിക്കിൾ ആണ് ആൽഫ പാർട്ടിക്കിൾ. ഈ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് നമ്മൾ ഇപ്പൊ ഈ കൊടുത്താണ് ഫിഗർ നോക്കി. ഇതാണ് ഗോൾഡ് ഫോയിൽ. ഈ ഗോൾഡ് ഫോയിലിന്റെ ആക്ച്വൽ അവസ്ഥ ഇതാണ്. ഗോൾഡ് ഫോയിൽ ഉണ്ടാക്കിയേക്കണ എങ്ങനെയാണ്? ഗോൾഡിന്റെ ആറ്റങ്ങളാലല്ലേ. ആ ചെറിയ ഡോട്ടായിട്ട് കൊടുത്തേക്കണ അതിന്റെ ന്യൂക്ലിയസ് എന്ന് കരുതുക. അതിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഒരു ലെയറാണ്. ഇതിൽ നമ്മൾ ഇടിപ്പിക്കുന്ന ആര് വെച്ചാണ്? ആൽഫ പാർട്ടിക്കിൾ വെച്ച് ഇടിപ്പിക്കുക. അദ്ദേഹം കണ്ട, നിങ്ങൾ അധികം ഒന്നും ഓർത്തിരിക്കേണ്ട, അതിന്റെ ഒബ്സർവേഷനും അതിന്റെ കൺക്ലൂഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂദർഫോർഡ് കണ്ട ഒബ്സർവേഷൻസ് നോക്കിക്കേ. ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഇടിക്കുമ്പോൾ മജോറിറ്റി ആൽഫ പാർട്ടിക്കിൾക്കും ഒന്നും സംഭവിക്കാതെ കടന്നുപോവുകയാണ്. എന്നോട് പറയാം, സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ല ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ റൂദർഫോർഡ് ഗോൾഡ് ഫോയിലിനെ ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ഇടിപ്പിച്ചു. കടത്തിവിട്ടപ്പോൾ 100 എണ്ണം കടത്തിവിട്ടാൽ ഒരു 90 എണ്ണവും ഒരു കുഴപ്പവും ഇല്ലാതെ കടന്നുപോയി. കണ്ടോ? ഒരു കുഴപ്പമില്ലാതെ കടന്നുപോയി. ഇനി വളരെ കുറച്ച് ഒരു 5-6 എണ്ണം ഗോട്ട് ഡിഫ്ലക്റ്റ്. എന്താ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു? വ്യതിയാനം. പയ്യെ വന്ന വഴിയിൽ നിന്നും പയ്യൊന്ന് വ്യതിചലിച്ചു. എന്നാൽ വളരെ കുറച്ച് ഒരു 2-3 എണ്ണം എന്ത് ചെയ്തു? തിരിച്ചു വന്നു, റിഫ്ലക്റ്റ് ചെയ്തു, വന്ന് ഇടിച്ചിട്ട് തെറിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ അതിന്റെ ഒബ്സർവേഷനും ഇൻഫറൻസിലേക്ക് പോകുമ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ആശയം. റൂദർഫോർഡിന് അന്ന് ആറ്റത്തിന്റെ സ്ട്രക്ചർ അറിയില്ല. ഇത് തെറിച്ചപ്പോൾ മജോറിറ്റി ആൽഫ പാർട്ടിക്കിൾ നല്ല ഹെവി ആൾക്കാരാണ്. അവരൊരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് കടന്നുപോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ആറ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മോസ്റ്റ്ലി ആൻഡ് എംപ്റ്റിനെസ്. ആറ്റത്തിന്റെ മജോറിറ്റി സ്പേസും ശൂന്യതയാണ്. ഒന്നുമില്ല അവിടെ. മാസ് ഉള്ള ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ ഇത്രയും മാസ് ഉള്ള ആള് ചുമ്മാ കടന്നുപോയത്. അതിന്റെ അർത്ഥം ആറ്റം ഈസ് മോസ്റ്റ്ലി ആൻഡ് എംപ്റ്റിനെസ്, എംപ്റ്റി സ്പേസ് ആണ്. ഒന്ന്, അതിന്റെ പോയിന്റിലേക്ക് ഞാൻ പിന്നെ വരാം. 2, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾക്ക് ഡിഫ്ലക്ഷൻ. എപ്പോഴാണ് ഡിഫ്ലക്ഷൻ? ഒരുപോലെ ഉള്ളതിനെ കാണുമ്പോഴല്ലേ വികർഷണം സംഭവിക്കുന്നത്. ആൽഫ പാർട്ടിക്കിളുടെ ചാർജ് എന്തെന്നാ പറഞ്ഞേ? 2 പ്രോട്ടോൺ ഉണ്ട്, 2 പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾ നമുക്കിപ്പോൾ അറിയാമല്ലോ, പ്രോട്ടോൺ എവിടെ ഇരിക്കണേ? ന്യൂക്ലിയസിലാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്നാ? പോസിറ്റീവാണ്. പ്രോട്ടോൺ ഉള്ള ന്യൂക്ലിയസിന്റെ അടുത്തോടെ പോകുമ്പോഴാണ് അതിനെന്ത് സംഭവിക്കണേ? ഓപ്പോസിറ്റ് ചാർജ് വികർഷിക്കും. അപ്പൊ ചെറിയൊരു റിപ്പൾഷൻ, അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ, വ്യതിയാനം സംഭവിക്കണം. ഇനി വളരെ വളരെ കുറച്ച് പാർട്ടിക്കിൾസ് റിഫ്ലക്റ്റ് ചെയ്യും, ബൗൺസ് ബാക്ക് ചെയ്യും, തിരിച്ചു വരും. കാരണം എന്നാ? വളരെ മാസുള്ള എവിടെയോ പോയി ഇടിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഈ മാസുള്ള പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ വളരെ വളരെ ചെറിയ ഒരു കോറിലോട്ട്, എവിടെയോ ഒരു ചെറിയ സ്പേസിലോട്ട് ചുരുക്കപ്പെട്ടേക്കും. നമ്മൾ പിന്നീട് കാണും. റൂദർഫോർഡ് തന്നെ അത് മനസ്സിലാക്കാനായി നമ്മളോട് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ഒരു 5 കിലോമീറ്റർ ചുറ്റളവുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് ബോളാണ് അതിന്റെ ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ സൈസോ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഒരു 5 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആറ്റമാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബോളിന്റെ മുഴുപ്പേ ഉള്ളൂ. സോ അതൊരു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും യു വിൽ ഗെറ്റ് എൻ ഐഡിയ
റിഗാർഡിംഗ് ദ സൈസ് ഓഫ് ന്യൂക്ലിയസ്. ഏറ്റവും മാസ്സുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിന്റെ മൊത്തം സ്പേസിനോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 ചെറിയ ഒരു സ്പേസിലോട്ട് അതിനെ പിടിച്ചൊതുക്കി വെച്ചേക്കുക. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് പിടിച്ചാൽ കിട്ടാത്തത്ര വലുതാകാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഡിസ്കഷനിലേക്ക് വരാം. സ്കാറ്ററിംഗ് നമ്മൾ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. റൂദർഫോർഡിന്റെ തന്നെ ഒരു സജഷനാണ്. നോക്കിക്കേ. ഇഫ് എ ക്രിക്കറ്റ് ബോൾ ഈസ് കൺസിഡേർഡ് ആസ് ന്യൂക്ലിയസ് ദെൻ എൻറ്റയർ ഗ്രൗണ്ട് ഈസ് ദി ആറ്റം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഒബ്സർവേഷൻ, അദ്ദേഹം കണ്ട ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ ചോദിക്കാറുണ്ട് കേട്ടോ, ഒബ്സർവേഷനും കൺക്ലൂഷനും. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ അൺഅഫക്റ്റഡ്. കണ്ടു. ഫ്യൂ ഓഫ് ദം വെയർ ഡിഫ്ലക്റ്റഡ്, എ വെരി ഫ്യൂ ഓഫ് ദം വെയർ റിഫ്ലക്റ്റഡ്. എന്താ അതിന്റെ കൺക്ലൂഷൻ? ആറ്റം ഈസ് മോസ്റ്റ്ലി ആൻ എംപ്റ്റി സ്പേസ് എന്നാണ്. 2. ഡിഫ്ലക്ഷൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ്. ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ടു എ സ്മോൾ റീജിയൻ. ഹി കോൾഡ് ദിസ് റീജിയൻ ആസ് ന്യൂക്ലിയസ്. അടുത്തത്, റിഫ്ലക്ഷൻ ഈസ് ഡ്യൂ ടു direct collision. Since the number of reflection is very small, he concluded that nucleus occupy a very very small space. അപ്പോൾ ഈ ഒബ്സർവേഷനും കൺക്ലൂഷനും അതിൻ്റെ ആ ഫിഗറും ഒക്കെ നിങ്ങളൊന്ന് വരച്ചു വെക്കണം. ഇതിനെ വെച്ചുകൊണ്ട് റൂദർഫോർഡിന്റെ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ എന്താ പറയണേ, അതിന്റെ ഒബ്സർവേഷനും അതിന്റെ കൺക്ലൂഷനെയും ബേസ് ചെയ്തുകൊണ്ട് റൂദർഫോർഡ് ഒരു ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തു. ജെ തോംസണിന് ശേഷം ഞാൻ പറഞ്ഞു വളരെ സെൻസിബിൾ ആയ ഒരു ആറ്റം മോഡൽ, കുറേ നാളത്തേക്ക് നിലനിന്ന, ഇന്നും നമുക്ക് ആറ്റത്തെ മനസ്സിലാക്കാൻ പറയാവുന്ന ഒരു നല്ല മോഡലാണ് റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. അദ്ദേഹത്തിന്റെ മോഡലിന് പ്ലാനറ്റോറിയൽ മോഡൽ എന്ന് വിളിക്കണേ. എന്താ പ്ലാനറ്റ്? പ്ലാനറ്റിന്റെ നടുക്ക് സണ്ണും സോളാർ സിസ്റ്റം ഇല്ലേ, നടുക്ക് സണ്ണും മറ്റു പ്ലാനറ്റുകൾ ഒരു നിശ്ചിത ട്രാജക്ടറിയിലൂടെ ഒരു നിശ്ചിത ഓർബിറ്റിൽ കൂടി കറങ്ങുന്നു. ഏതാണ്ട് അത് തന്നെയാണ് റൂദർഫോർഡിന്റെ ഒരു സെൻട്രൽ ന്യൂക്ലിയസ്, പ്രോട്ടോണും ന്യൂട്രോണും ഉള്ള കണ്ടോ, പ്രോട്ടോണും ന്യൂട്രോണും ഉള്ള ഒരു സെൻട്രൽ ന്യൂക്ലിയസും അതിനു ചുറ്റും 3 ഡയമെൻഷണൽ സ്പേസിൽ ഇങ്ങനെ വലയം ചെയ്യുന്ന ഇലക്ട്രോണുകൾ, ഈ ബ്ലൂ ഇലക്ട്രോണുകൾ. ഇതാണ് ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചേർത്തുകൊണ്ടുള്ള റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ സോളാർ സിസ്റ്റം. അതുകൊണ്ട് ഇതിനെ പ്ലാനറ്റോറിയൽ മോഡൽ എന്നുകൂടി വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓർത്തിരിക്കണം. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സ്, ദ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ത്രൂ ചെയ്യാം. നിങ്ങളിത് ഇങ്ങനെ തന്നെ എഴുതിയെടുക്കണം. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി പറഞ്ഞു കഴിഞ്ഞു. 2. ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ്. ദി ആറ്റം ആസ് എ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് ബാലൻസ് ദി ആറ്റം. ആറ്റത്തെ ഈ റൂദർഫോർഡിന്റെ മോഡലിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ പ്രശ്നത്തെ ന്യൂക്ലിയസ് ആറ്റം എങ്ങനെ സ്റ്റേബിൾ ആകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നൊക്കെയായിരുന്നു ഒരു പ്രശ്നം. അത് പരിഹരിക്കുന്നുണ്ട് പിന്നീട് നോക്കാം. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കാരണം ഓപ്പോസിറ്റ് ചാർജുകളുടെ ഈ അട്രാക്ഷൻ ആണ് ആറ്റത്തെ ബാലൻസ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അതാണ് ബാലൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. The nucleus is concentrated to a very small region which contains nucleons. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് പറയുന്ന മറ്റൊരു പേരാണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ് എന്നർത്ഥം. The model is like the solar system. The nucleus is at the place of sun and the electrons are revolving like the planets around the sun. അതുകൊണ്ട് ഇതിനെ ഞാൻ പറഞ്ഞു, പേര് മറന്നു പോകല്, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. ഇതിന്റെ പേരെന്താണ്? പ്ലാനറ്റോറിയൽ മോഡൽ എന്നുകൂടി പേരുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ 2 മോഡൽ കണ്ടു. അടുത്തൊരു മോഡലിലേക്ക് പോകുന്നതിന് മുമ്പ് ഫിസിക്സിലും കെമിസ്ട്രിയിലും കുറേയേറെ മാറ്റങ്ങൾ, കുറേ ഡെവലപ്മെന്റ് സംഭവിച്ചു. ഒരു മാസ് എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നും
ആറ്റമിക് നമ്പർ, അന്നെല്ലാം മാസിനായിരുന്നു പ്രാധാന്യം. ഇലക്ട്രോണുകൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് സയൻസ് വളർന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾ പീരിയോഡിക് ടേബിളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിൾ, മെൻഡലീഫ് ആറ്റമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്ന ആറ്റമിക് നമ്പർ. അപ്പൊ ആറ്റമിക് നമ്പർ, മാസ് നമ്പർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അമ്മരാണത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും ജസ്റ്റ് എന്താണ് ആറ്റമിക് നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇസഡ് എന്നാണ്. നമ്പർ ഓഫ് സ്ട്രിക്റ്റ് സെൻസിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ഇൻ ദ ആറ്റം. ഒരു ആറ്റത്തിന്റെ ചാർജുള്ള കണമല്ല, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന്റെ എണ്ണമാണ് ശരിക്കും ആറ്റോമിക് നമ്പർ. ഇനി ആറ്റം അയണല്ലാതെ നിന്നാൽ ഒരു ആറ്റമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു സോഡിയം ആറ്റം എടുത്താൽ, സോഡിയം നമ്മൾ അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നൈട്രജൻ എന്ന ആറ്റം എടുത്താൽ ഈ താഴെ എഴുതുന്നതാണ് ആറ്റോമിക് നമ്പർ ഇസഡ്, മോളിൽ മാസ് നമ്പറാണ്. അപ്പോൾ ഇതിനകത്തെ പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ. അപ്പോൾ അതിനകത്ത് ഇലക്ട്രോണിന്റെ എണ്ണവും, ഇത് ചാർജ് ഒന്നും ഇല്ലാത്ത നൈട്രജൻ എന്ന ആറ്റം ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും എത്രയായിരിക്കും? 7 ആയിരിക്കും. ഇനി മാസ് നമ്പർ എ മുകളിലുള്ളൂ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അല്ലെങ്കിൽ നാം മുമ്പ് പറഞ്ഞായിരുന്നു നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾ, ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോണിന്റെ എണ്ണമാണെന്ത്? മാസ് നമ്പർ. അപ്പൊ ഇങ്ങനെ ഞാൻ എഴുതി ഒരു എലമെന്റിനെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ നൈട്രജൻ 7 താഴെ എഴുതും, 14 മുകളിൽ എഴുതും. 7 എന്താണ്? ആറ്റോമിക് നമ്പർ. 14 എന്താണ്? മാസ് നമ്പർ. അപ്പം പ്രോട്ടോണിന്റെ എണ്ണം 7, ഇലക്ട്രോണിന്റെ എണ്ണവും 7, ന്യൂട്രോണിന്റെ എണ്ണവും, ഇത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. അപ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം 7 ആയതുകൊണ്ട്, ഇലക്ട്രോണിന്റെ എണ്ണം 7 ആയതുകൊണ്ട്, ഇത് n+p ആയതുകൊണ്ട് ഇതിനകത്ത് 7 കുറച്ചാൽ ഇതിനകത്ത് ന്യൂട്രോണിന്റെ എണ്ണം ഒന്ന് തന്നെയാണ്, 7 തന്നെയാണ്. കാര്യം പിടി കിട്ടിയോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നതിന്റെ കാരണം ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സ്കൂളിൽ അറിയാവുന്ന കാര്യമാണ്. സംശയമുള്ളത് വീണ്ടും അത് കേട്ടാൽ മതി. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് ചെലവാക്കണ്ട. ഐസോടോപ്പ്, ഐസോബാർ എന്ന കോൺസെപ്റ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത്. ഐസോടോപ്സ് എന്താണ്? ഐസോടോപ്പ് ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരേ എലമെന്റിനാണ് ഐസോടോപ്പ് കേട്ടോ. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണ് നോൺ ആസ് ഐസോടോപ്പ്. ഉദാഹരണം, ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാലോ, 1H1 ആറ്റോമിക് നമ്പർ 3 എണ്ണത്തിന് 1 തന്നെ. താഴെ എഴുതുന്ന ആറ്റോമിക് 1H1, 1H2, 1H3. ഈ 1H1 എന്ന് പറയുന്നതാണ് നമ്മളുടെ സാധാരണ ഹൈഡ്രജൻ. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോട്ടിയം. പ്രോട്ടിയം അല്ലെ പ്രോട്ടിയം എന്നൊക്കെ വിളിക്കും. 1H2 ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ, ഒരു ന്യൂട്രോൺ. ഇതിനകത്ത് ന്യൂട്രോൺ ഇല്ല. സാധാരണ ഹൈഡ്രജന്റെ അകത്ത് ന്യൂട്രോൺ ഇല്ല അല്ലെ? കാരണം 1-1 ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണോ ഇലക്ട്രോണിന്റെ എണ്ണോ ആണെന്ന്. അപ്പൊ ന്യൂട്രോൺ ഇല്ല. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ലൈറ്റ് ആകാനുള്ള കാരണം, ലൈറ്റസ്റ്റ് എലമെന്റ്. എന്നാൽ ഡ്യൂട്ടീറിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡി ഇട്ടാ D2O, H2വിന്റെ സ്ഥാനത്ത് D വന്നാൽ D2O ആണ്. ഹെവി വാട്ടർ എന്നാണ് വിളിക്കണേ. അതിന് കാരണം ഇതിനകത്ത് ന്യൂട്രോൺ വന്നു, 1H2. മറ്റൊരു ഐസോടോപ്പാണ്. ട്രിഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 1H3. അപ്പം ഇവിടെ 2 ന്യൂട്രോൺ ഉണ്ട്, വളരെ ഹെവിയാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീറിയം, ട്രിഷ്യം, 3 ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റിനാണ് ഐസോടോപ്പ് എന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ഐസോടോപ്പ് ഓഫ് കാർബൺ, ആറ്റംസ് ഓഫ് സെയിം എലമെന്റിന്. കാർബണിന് 3 ഐസോടോപ്പാണ് കൊടുത്തേക്കണേ. കാർബൺ 6-12, കാർബൺ 6-13, കാർബൺ 6-14. അല്ലാത്തതിന്റെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് സെയിം ആറ്റോമിക് നമ്പർ വിത്ത് ഡിഫറെന്റ് മാസ് നമ്പർ ആർ നോൺ ആസ് ഐസോടോപ്സ്. ഐസോബാർ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഐസോബാർ അത് നേരെ തിരിച്ച് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്. അത് പറഞ്ഞു, ഒരേ എലമെന്റ് അല്ല, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് വിത്ത് സെയിം മാസ് നമ്പർ. ഡിഫറെന്റ് എലമെന്റ്, കാർബൺ, നൈട്രജൻ. കാർബൺ 6-14, നൈട്രജൻ 7-14. മാസ് നമ്പർ രണ്ടിനെയും സെയിം ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ്. ഇങ്ങനെ വരുന്ന ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഗ്രൂപ്പാണ് ഐസോബാർ. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പുസ്തകം അവതരിപ്പിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്, ഐസോടോൺസ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് വിത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. ആകസ്മികമായി ചില കേസുകളിൽ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഡിഫറെന്റ് ആണ്. പക്ഷേ രണ്ടിലെയും
ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആണ് അല്ലേ? ഇവിടെ 13 - 6 7 7 ന്യൂട്രോൺ, ഇവിടെ 14 - 7 7. രണ്ടിലെയും ന്യൂട്രോണിൻ്റെ എണ്ണം 7. നമ്പർ ഓഫ് ന്യൂട്രോൺ സെയിം. അങ്ങനെ വരുന്ന ഡിഫറൻ്റ് എലമെൻറ്റിൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്ന പേരാണ് ഐസോടോൺ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾ തുടങ്ങുമ്പോൾ അധികം നീട്ടിയിട്ട് ക്ലാസ് എടുക്കേണ്ട, നമ്മൾ ഇന്നിങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചതൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമുക്ക് വേണ്ടതാക്കി മാത്രം ഒന്നും കൂടി ആ ക്യാബിൻ തുറന്നെടുത്തതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വെച്ചത് അധികം കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞു സയൻസ് ഒരാളുടെ ഒരു വൺ മാൻ ഷോ അല്ല, അനേകം സയൻറ്റിസ്റ്റുകളുടെ കൈകളിലൂടെ ഉരുത്തിരിഞ്ഞും ചിന്തകളിലൂടെയും ഒക്കെ വന്ന മാറ്റത്തിന് വിധേയപ്പെട്ട ശാസ്ത്രമാണ് കെമിസ്ട്രി, സയൻസ്, ആറ്റം എന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞു ഡാൾട്ടൺ ആണ് ആറ്റം എന്നൊരു കോൺസെപ്റ്റ്, ആറ്റം ഏറ്റവും ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആണെന്നും അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആറ്റമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലും നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി ഭാഗത്തോടെയാണെന്നും പിന്നീട് കുറേ സയൻറ്റിസ്റ്റുകൾ ജെ തോംസൺ, ഫാരഡേ, നമ്മൾ കണ്ടു ചാഡ്വിക്, ഗോൾഡ്സ്റ്റെയിൻ പോലെയുള്ള, റുദർഫോർഡിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻസും അവരുടെ കോൺട്രിബ്യൂഷനുമാണ് ആറ്റം ഡിവിസിബിൾ ആണെന്നും ആറ്റത്തിൽ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്നും നമ്മൾ കണ്ടു. ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകിച്ച് മാസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് ആറ്റത്തിന്റെ മോഡൽ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്തത് ജെ തോംസൺ തന്നെയാണെന്നും പ്ലം പുഡിംഗ് മോഡൽ വലിയ അസ്തിത്വമില്ലാത്തൊരു മോഡലാണ്. 2 കുറച്ചും കൂടി റീസണബിൾ ആയ ഒരു സ്റ്റെബിലിറ്റി ഉള്ള മോഡൽ സജസ്റ്റ് ചെയ്തത് റുദർഫോർഡാണ്. അത് അദ്ദേഹം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഉപയോഗിച്ചാണ്. എക്സ്പെരിമെന്റ് എന്താണെന്നുള്ളൊരു മിനിമം ഐഡിയ, അതിൽ അദ്ദേഹം കണ്ട ചില ഒബ്സർവേഷൻസ്, അതിൽ നിന്ന് അദ്ദേഹം ഉരുത്തിരിഞ്ഞു കൊണ്ടുവന്ന ചില കൺക്ലൂഷൻസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സജസ്റ്റ് ചെയ്ത പ്ലാനറ്റോറിയൽ മോഡൽ അല്ലേ. പിന്നീടാണ് നമ്മൾ കണ്ടത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ചെറിയ വാക്കുകൾ: ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ. അപ്പോൾ ഇത് സ്നേഹത്തോടെ നിങ്ങൾ പഠിക്കണം, എഴുതി വയ്ക്കണം, വീണ്ടും വീണ്ടും വായിക്കണം. പഠിക്കുന്നതൊക്കെയും മാർക്കായി മാറാനായി നല്ല ശ്രദ്ധയുണ്ടാവണം. സ്കൂളിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നന്നായി പഠിച്ചിരുത്തണം. നമുക്ക് അടുത്ത ദിവസം നമ്മളൊന്ന് തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, ശരി, ബൈ.